ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെയും CPM-നെയും അതിനിശിതമായി വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസന മെത്രോപൊലീത്ത ഗീവർഗീസ് കൂറിലോസിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം അല്ലെങ്കിൽ പരിഹാസം. കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ മർമ്മം നോക്കിയുള്ള ഈ അടി. പ്രളയമുണ്ടായതാണ് തുടർഭരണത്തിന് കാരണമെന്ന് ഒരു പുരോഹിതൻ എഴുതിയത് കണ്ടു. വീണ്ടും ഒരു പ്രളയം വരട്ടെ എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത് എന്നും മുഖ്യമന്ത്രി കൂറിലോസ് തിരുമേനിയുടെ ഉപദേശത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയിൽ നിന്ന് CPM-ഉം ഇടത് കക്ഷികളും പാഠം പഠിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും കാത്തിരിക്കുന്നത് എന്നുമായിരുന്നു മുൻ ഭദ്രാസന മെത്രോപൊലീത്ത ഗീവർഗീസ് കൂറിലോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നത്. തിരിച്ചടികൾ എന്തുകൊണ്ടാണെന്ന് CPM-ഉം ഇടത് കക്ഷികളും മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വന്നു ചേരുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. CPM എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്നും കൂറിലോസ് തിരുമേനി ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി ചൂണ്ടിക്കാട്ടി വിമർശിച്ച മുൻ ഭദ്രാസന മെത്രോപൊലീത്ത ഗീവർഗീസ് കൂറിലോസിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭകളുടെ സംയുക്ത സംഘടനയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അഥവാ KCC. ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണെന്നും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണെന്നും KCC കുറ്റപ്പെടുത്തി. കേരളത്തിൽ സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ആരോഗ്യ മേഖലയിലേതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ചൂണ്ടിക്കാട്ടുന്നു. ചക്രവർത്തി നഗ്നനെങ്കിൽ വിളിച്ചു പറയുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണെന്നും KCC പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പണ്ട് നികൃഷ്ട ജീവി എന്ന് ഒരു പുരോഹിതനെ വിളിച്ചയാൾ ഇന്ന് വിവരദോഷി എന്ന് മറ്റൊരു പുരോഹിതനെ വിളിക്കുമ്പോൾ വിളിക്കുന്നയാളുടെ സ്വഭാവം മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കാമെന്നും KCC കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ട തിരിച്ചടിക്ക് ക്രൈസ്തവ സമൂഹത്തോട് സർക്കാർ കാട്ടുന്ന വിവേചനപരമായ ഇടപെടലുകൾ ഉൾപ്പെടെ കാരണമായിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തിട്ടില്ല. അതിനാൽ തെറ്റ് തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക സഭ ഒഴികെയുള്ള എപ്പിസ്കോപ്പൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ KCC ആവശ്യപ്പെടുന്നു. യാക്കോബായ, ഓർത്തഡോക്സ്, CSI, മാർത്തോമ, ബിലീവേഴ്സ്, തൊഴിയൂർ സഭകളാണ് KCCയിലുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പരാമർശത്തെ യാക്കോബായ സുറിയാനി സഭ തള്ളിപ്പറഞ്ഞു. സഭയിലെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും വിരമിച്ച ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന സഭയുടെ നിലപാടോ അഭിപ്രായമോ അല്ല എന്നും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നുമാണ് വിശദീകരണം. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.